ഇന്ന് നമുക്കില്ലേ ഈ ഗ്ലിച്ച് ഡ്രോയിങ്സ് എങ്ങനെ നടക്കാൻ പഠിക്കാം. ഈ ഫോട്ടോസ് കണ്ടോ, ഇതിലത്തെ ഫോട്ടോസിലൊക്കെ ഇതൊക്കെ ഗ്ലിച്ച് ഫോട്ടോസാണ്. ഇതെങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നമുക്ക് ഇത് പഠിക്കാം. ഇതിൽ നോക്ക്, ഒരു ഫോട്ടോ 2 ലെയറായിട്ട്, ഒരേ ഫോട്ടോ തന്നെ 2 എണ്ണമായിട്ട് കാണുന്നുണ്ടോ? ഈ ഫോട്ടോ അതുപോലെ തന്നെ ഈ ഫോട്ടോയിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ്, അതിലാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. മെയിനായിട്ട് വരുന്നത് ഈ 2 ചിത്രങ്ങളാണ്. ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾ ഫോട്ടോ വരക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ബാക്കിലൊക്കെ വെള്ള ബാക്ക്ഗ്രൗണ്ടാണ്, നമ്മൾ വെള്ള പേപ്പറിൽ വരക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോ റെഫറൻസായി എടുക്കുക. അതായത് മജന്തയും സയനും എല്ലാം പുറത്ത് വരുന്ന പ്രൈമറി കളേഴ്സ് പോലെ നിങ്ങൾ ഈ ഫോട്ടോ റെഫറൻസ് എടുക്കുക. ഇനി അടുത്തത് നിങ്ങൾ ബ്ലാക്ക് പേപ്പറിലാണ് വരക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോട്ടോ റെഫറൻസായിട്ട് എടുക്കുക. ഇനി അടുത്തത് ഇത് വെച്ചിട്ട് എങ്ങനെ ഫോട്ടോ വരക്കാമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഫോട്ടോ വരക്കണമെന്ന് കരുതുക, അല്ലെങ്കിൽ ബ്ലാക്ക് ഏതൊന്നും സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ബ്ലാക്കാണ് എടുക്കുന്നത് കരുതുക. ബ്ലാക്ക് ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതൊക്കെ ബ്ലാക്ക് ഫോട്ടോസാണ്. അപ്പോൾ ഇതിൽ കണ്ടോ, ബ്ലാക്ക് ഫോട്ടോ ആകുമ്പോൾ ഈ റെഡും സയനിനും കൂടി ചേരുന്ന അടുക്ക് ഭാഗം കണ്ടോ, അവിടെ കാണാം വൈറ്റ്. ഇപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് വരിക. ഇതിലങ്ങനെ തന്നെ വരുന്നത് റെഡും സയാനും കൂടി ചേരുന്നിടത്ത് വൈറ്റാണ്. ഇത് നമുക്ക് ആ തന്ന റെഫറൻസ് പിക്ചർ അനുസരിച്ചാണ് എടുക്കുക. ഇതിൽ നോക്കും, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് റെഡും സയനും കൂടി ചേരുന്നത് വൈറ്റ്. ഈ റെഡ് അതിൻ്റെ അടിയിൽ സയന് രണ്ടും കൂടി ചേരുന്ന ഭാഗം വൈറ്റ്. ഇത് വെച്ചെങ്ങാണ്ട് നമ്മൾ ഫോട്ടോസ് വരക്കും. ഇത് വെച്ചെങ്ങാണ്ട് നമുക്കൊരു ഫോട്ടോ വരച്ച് നോക്കാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചെങ്ങാണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, വരക്കാൻ ഉപയോഗിക്കുന്നത് പേനകളാണ്. അതായത് ബാൾ പോയിൻറ്റ് പെൻസാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ കുറച്ച് പേനകൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാർക്കേഴ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ കളർ പെൻസിൽസ് വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ടും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പെൻസിലോ അല്ലെങ്കിൽ അക്രിലിക് കളേഴ്സ് ഏത് ഉപയോഗിച്ചാലും എഫക്റ്റ് നല്ല. മാർക്കേഴ്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് എഫക്റ്റ് കളർ കുറച്ച് കൂടും, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതന്നെ ചെയ്യാമെന്നല്ലേ നോക്കാം. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്, ഒരു ഫോട്ടോ വരക്കുമ്പോൾ ഒരു ഫോട്ടോ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ 2 എണ്ണോ അല്ലെങ്കിൽ 3 എണ്ണോ അല്ലെങ്കിൽ 4 എണ്ണമൊക്കെ ആയിട്ട് നമ്മൾ വരക്കും. അതായത് ഓരോന്നും അടുത്തടുത്തായിട്ട്. ഇപ്പോൾ നോക്കും, ഇതിൽ നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, വെറുതെ ഒരു ബേസ് പറയാം. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു വട്ട് സെലക്ട് ചെയ്താൽ ഇതിനടുത്ത് വരുന്ന പിക്ക്, അതായത് ആ ഫോട്ടോ തന്നെ അടുത്തതായിട്ട് വരക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ അതിന് അടുത്തായിട്ട് ഇങ്ങനെ 3 എണ്ണം ആക്കി നമ്മൾ വരച്ചു, ഇങ്ങനെ അടുത്തടുത്തായിട്ട്. അതല്ല, അടുത്തതായിട്ട് നമ്മൾ വരക്കുകയാണ്, ഇങ്ങനെ ചെയ്തു ഇങ്ങനെ വരക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഓരോന്നിങ്ങനെ ചെരിച്ചിങ്ങാണ്ട് വരക്കാം. അങ്ങനെ ഓരോരുത്തർക്ക് എങ്ങനെ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയും വരക്കാം. ഇതിങ്ങനെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് മോഡൽ വരുന്നത്. പിന്നെ ഈ 2 കളേഴ്സും, ഇപ്പോൾ ഈ വട്ടും പാടെ കൂടി ചേരുന്ന ഈ പൊസിഷൻ ഉണ്ടാവുമല്ലോ, ഇവിടെ നമുക്ക് ആ മിക്സ് ചെയ്യണം പൊസിഷൻ വരുന്നത്. അതായത് ഏതൊക്കെ കളർ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഏതൊക്കെ വരുന്നത് എന്നുള്ളത് നമ്മളിതുപോലത്തെ പൊസിഷൻസ് നോക്കിങ്ങാണ്ടാണ് പറയാം. നമ്മളെ റെഫറൻസ് നമുക്കൊരു 3 RGB വെച്ചിങ്ങാണ്ട് പറഞ്ഞല്ലോ, അതിലത്തെ കണ്ടൻറ്റ് മനസ്സിലാക്കിങ്ങാണ്ട് നിങ്ങൾ പിക്ചർ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് ഫോട്ടോസ് അടുപ്പിച്ച് വരക്കാം. അപ്പോൾ നമുക്ക് ചുമ്മാ ഒരു ഫോട്ടോ വരച്ച് നോക്കാം ഇത് വെച്ചങ്ങാണ്ട്.